നമസ്കാരം, ഡാറ്റ ഫാക്ടറി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഡാറ്റ വിഷ്വലൈസേഷൻ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡാറ്റ വിഷ്വലൈസേഷനിലെ കോർ കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള വിഷ്വൽ എലമെൻറ്റ്സും എസ്തെറ്റിക്സും സ്കെയിൽസും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കളർ സ്കെയിൽസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിഷ്വലൈസേഷനിൽ പ്രധാനമായും കളറിന് 3 യൂസ് കേസുകളാണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്, നമ്മൾ കളർ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? കളർ യൂസ് ചെയ്യും. രണ്ടാമത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡാറ്റ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? കളർ യൂസ് ചെയ്യും. ഇനി മൂന്നാമത്തത്, നമുക്ക് ഏതെങ്കിലുമൊക്കെ വാല്യൂസിനെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? കളർ യൂസ് ചെയ്യും. സോ പ്രധാനമായിട്ടും ഈ മൂന്ന് യൂസ് കേസുകളാണ് കളറിന് ഡാറ്റ വിഷ്വലൈസേഷനിലുള്ളത്. അപ്പോൾ ഈ 3 യൂസ് കേസുകൾക്കും നമ്മൾ ഏത് കളേഴ്സ് ചൂസ് ചെയ്യണം? അതായത് ഇപ്പോൾ എനിക്ക് ഡിസ്റ്റിങ്വിഷ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ഏത് കളേഴ്സ് യൂസ് ചെയ്ത് ഇവയെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും? അല്ലെങ്കിൽ എനിക്ക് ഹൈലൈറ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ഏതൊക്കെ കളേഴ്സിന് ഞാൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും? അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ യൂസ് കേസ് തന്നെ എടുക്കാം. അതായത് കളറിനെ നമ്മളൊരു ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടൂളായി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് കളേഴ്സ് ചൂസ് ചെയ്യും? നമുക്കറിയാം, ഡാറ്റ തന്നെ പല ടൈപ്പ് ഡാറ്റയുണ്ട് അല്ലേ. നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കാറ്റഗോറിക്കൽ ഡാറ്റയുണ്ട്. ഈ കാറ്റഗോറിക്കൽ ഡാറ്റയിൽ തന്നെ നമുക്ക് എന്തുണ്ട്? ഓർഡേർഡ് ഡാറ്റയുണ്ട്, അൺഓർഡേർഡ് ഉണ്ട്. അതായത് ഓർഡിനൽ ഡാറ്റയുണ്ട്, നോമിനൽ ഡാറ്റയുണ്ട്. അപ്പോൾ ഈ നോമിനൽ ഡാറ്റ, അതായത് അൺഓർഡേർഡ് കാറ്റഗോറിക്കൽ വാല്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കളർ സ്കെയിലാണ് ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിൽ. ഒരു എക്സാമ്പിൾ എടുക്കാം. അതായത് ജെൻഡർ എന്ന് പറയുന്ന ഒരു ഡാറ്റ. ഈ ജെൻഡർ ഡാറ്റയിൽ നമുക്ക് മെയിൽസ് ഉണ്ട്, ഫീമെയിൽസ് ഉണ്ട് അല്ലേ. ഈ മെയിലിനും ഫീമെയിലിനും പ്രത്യേകിച്ച് ഒരു ഇൻഹറൻറ്റ് ഓർഡർ ഒന്നുമില്ല. അതായത് മെയിലാണ് ഫസ്റ്റ്, ഫീമെയിലാണ് സെക്കൻഡ് എന്ന് പറയുന്ന പോലെ ഒരു ഓർഡർ ഇല്ല. മെയിൽ കഴിഞ്ഞിട്ടേ ഫീമെയിൽ വരാവൂ എന്ന് പറയുന്ന പോലത്തെ ഓർഡറുകളൊന്നും ഈ ഡാറ്റയ്ക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഡാറ്റ തന്നെയാണ് നമ്മൾ പൊതുവെ എന്ന് പറയുന്നത് കാറ്റഗോറിക്കൽ അൺഓർഡേർഡ് അല്ലെങ്കിൽ നോമിനൽ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഡാറ്റകളെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സാണ് അല്ലെങ്കിൽ കളർ സ്കെയിലാണ് ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിൽ. ഈ ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു അൺഓർഡേർഡ് കാറ്റഗോറിക്കൽ വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്താണ്, അത് തമ്മിൽ പ്രത്യേകിച്ച് ഒരു ഓർഡർ ഇല്ല. അതായത് രണ്ടും ഈക്വാലൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സും എന്തായിരിക്കും? ഈക്വാലൻ്റ് ആയിരിക്കും. അതായത് കാണാൻ ഡിഫറൻ്റ് ആണെങ്കിലും ഒന്നും മറ്റൊന്നിനേക്കാൾ എടുത്തറിയോ അല്ലെങ്കിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാത്ത കളേഴ്സ് ആയിരിക്കും നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിലിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതായത് ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിലിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഓർഡർ ഉണ്ട് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാത്ത കളേഴ്സ് ആയിരിക്കും നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിൽസിൽ ചൂസ് ചെയ്യുന്നത്. ഒരുപാട് ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിലുകൾ അവൈലബിൾ ആണ്. പക്ഷെ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് 3 ജനറലി യൂസ് ചെയ്യുന്ന ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിലുകളാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ബാർ ഗ്രാഫാണ് ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. 7 കൺട്രികളുടെ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിലാണ്. കാരണം കൺട്രീസ് എന്ന് പറയുന്നത് ഒരു അൺഓർഡേർഡ് കാറ്റഗോറിക്കൽ വാല്യൂ ആണ്. അതായത് അതിന് ഒരു പ്രത്യേക ഓർഡർ ഇല്ല. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തു ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിൽ. അതിൽ തന്നെ ഒക്കാബെ ഈത്തോ എന്ന് പറയുന്ന ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിലാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ കാണുന്ന ഒരു വ്യൂവറുടെ അറ്റൻഷൻ എവിടെ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒരു ഡാറ്റ അനലിസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള വിഷ്വലൈസേഷനിൽ എല്ലാ ബാറുകൾക്കും ഏതാണ്ട് ഈക്വലായി തോന്നിക്കുന്ന കളറുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാണുന്ന ഒരു വ്യൂവറുടെ അറ്റൻഷൻ എല്ലാ ബാറിലേക്കും ഈക്വൽ രീതിയിലായിരിക്കും അയാളുടെ അറ്റൻഷൻ പോകുന്നുണ്ടാവുക. അത് നമ്മൾ ഒരു ബാർ ഗ്രാഫിലേക്ക് മാത്രം അറ്റൻഷൻ കാണിക്കുന്ന പോലെ അല്ല നമ്മൾ കളേഴ്സ് ചൂസ് ചെയ്തത്. മനസ്സിലായി? ഇനിയിപ്പോൾ ഒരു കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ പോലും ഈ കളേഴ്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനേക്കാളും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാത്ത രീതിയിലുള്ള കളർ സ്കെയിലുകളെയാണ് അങ്ങനെയാണ് ഈ ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി രണ്ടാമത്തെ യൂസ് കേസിലേക്ക് പോയാലോ. അതായത് കളേഴ്സ് നമ്മളൊരു ഡാറ്റ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏതൊക്കെ കളേഴ്സ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏത് കളർ സ്കെയിലാണ് യൂസ് ചെയ്യുക? അപ്പോൾ നമുക്കറിയാം, നമുക്ക് ടെമ്പറേച്ചർ ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇൻകം ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു പ്രദേശത്ത് ടെമ്പറേച്ചർ കൂടുതലായിരിക്കാം, വേറൊരു സ്ഥലത്ത് ടെമ്പറേച്ചർ കുറവായിരിക്കാം. അതുപോലെ ഒരു വ്യക്തിയുടെ ഇൻകം കൂടുതലായിരിക്കാം, വേറൊരു വ്യക്തിയുടെ ഇൻകം കുറവായിരിക്കാം. അപ്പോൾ 2 ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഇത്തരം കേസുകളിൽ നമുക്ക് ക്വാളിറ്റേറ്റീവ് കളർ സ്കെയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഒരു വാല്യൂ വലുതും മറ്റേ വാല്യൂ ചെറുതാണ്, രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ ഇത്തരം കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കളർ സ്കെയിലാണ് സീക്വൻഷ്യൽ കളർ സ്കെയിൽ.
ഈ സീക്വൻഷ്യൽ കളർ സ്കെയിലിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് വാല്യൂ ആണ് ഹൈ അല്ലെങ്കിൽ ഏത് വാല്യൂ ആണ് ലോ എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതേപോലെ തന്നെ രണ്ട് വാല്യൂസ് തമ്മിൽ എത്രത്തോളം അകലമുണ്ട്, ഒരു വാല്യൂവിൽ നിന്ന് മറ്റേ വാല്യൂവിലേക്ക് എത്രത്തോളം അകലമുണ്ട് എന്നുള്ളതും നമുക്ക് ഈ കളർ സ്കെയിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ജനറലി നമ്മൾ യൂസ് ചെയ്യാറുള്ള 3 സീക്വൻഷ്യൽ കളർ സ്കെയിലുകളാണ്. അതിൽ ആദ്യത്തെ കളർ സ്കെയിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് സെയിം കളർ, അതായത് ഡാർക്ക് ബ്ലൂവിൽ നിന്ന് ലൈറ്റ് ബ്ലൂവിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് അവിടെ കാണുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു വിഷ്വൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി ഈ വാല്യൂ, ഡാർക്ക് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഹൈ വാല്യൂ ആണ്, അതുപോലെ തന്നെ ലൈറ്റ് കളർ എന്ന് പറയുന്നത് ഒരു ലോ അല്ലെങ്കിൽ കുറച്ച് ലോ ഇമ്പോർട്ടൻസ് ഉള്ള വാല്യൂ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ കളർ സ്കെയിലുകളെല്ലാം തന്നെ സീക്വൻഷ്യൽ കളർ സ്കെയിലാണ്. അതായത് ഒരു കളറിൽ നിന്ന് വേറെ കളറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ കാണിക്കുന്ന പോലത്തെ സീക്വൻഷ്യൽ കളർ സ്കെയിലും അതേപോലെ തന്നെ ഒരേ കളറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുന്ന പോലത്തെ സീക്വൻഷ്യൽ കളർ സ്കെയിലുകളും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഈ ഒരു ഗ്രാഫാണ് കോറോപ്ലത്ത് ഗ്രാഫ്. ഇതിൽ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് 2011 US അഗ്രികൾച്ചർ എക്സ്പോർട്ട് ഓരോ സ്റ്റേറ്റുകളുടെയും എത്രയാണെന്നുള്ളതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇൻ $1 million. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു കളറാണ്. ആ കളറിൻ്റെ തന്നെ പല വേരിയേഷൻസ് സീക്വൻഷ്യലി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം യൂസ് കേസുകളിലാണ് നമ്മൾ പൊതുവെ എന്ത് യൂസ് ചെയ്യുന്നത്, സീക്വൻഷ്യൽ കളർ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ അടുത്തൊരു കളർ സ്കെയിലാണ് ഡൈവേർജിങ് കളർ സ്കെയിൽ. ഈ ഡൈവേർജിങ് കളർ സ്കെയിൽ എവിടെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡാറ്റ സെറ്റുകൾ ഉണ്ടാവും, അതായത് അതിൽ നെഗറ്റീവ് വാല്യൂസും ഉണ്ടാവും പോസിറ്റീവ് വാല്യൂസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡൈവേർജിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും, അതായത് രണ്ട് സൈഡിലേക്കും ഡാറ്റ വാല്യൂസ് ഗ്രോ ആവുന്നുണ്ട്, എന്നാൽ ഒരു കോമൺ മിഡ് പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്ന പോലുള്ള ഡാറ്റ പോയിന്റ്സ് ഉള്ള ഡാറ്റകൾ ഉണ്ടാവും. ഇത്തരം ഡാറ്റകളെ നമുക്ക് കളർ കൊണ്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കളർ സ്കെയിലിനെയാണ് ഡൈവേർജിങ് കളർ സ്കെയിൽ എന്ന് പറയുന്നത്. ഡൈവേർജിങ് കളർ സ്കെയിലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് 2 സീക്വൻഷ്യൽ കളർ സ്കെയിലുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഒരു സീക്വൻഷ്യൽ കളർ സ്കെയിലാണ്, റൈറ്റ് സൈഡിലും ഒരു സീക്വൻഷ്യൽ കളർ സ്കെയിലാണ്. എന്നാൽ അതിൻ്റെ മിഡ് പോയിന്റിൽ നമ്മൾ രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു കളറിൽ നമ്മൾ അതിനെ കൂട്ടി യോജിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ സെൻറ്ററിലെ കളർ എപ്പോഴും ഒരു ലൈറ്റ് ഷെയ്ഡുള്ള ഒരു കളറായിരിക്കും. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഇതൊരു കോറോപ്ലത്ത് ഗ്രാഫാണ്. ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഐഡൻറ്റിഫൈങ് ആസ് വൈറ്റ്, എത്ര ശതമാനം ആൾക്കാരാണ് വൈറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മിഡ് പോയിന്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് 50% ആണ്. അപ്പോൾ ആ 50% അവിടെ യൂസ് ചെയ്തിട്ടുള്ള കളർ ഒരു ലൈറ്റ് ഷെയ്ഡുള്ള കളറാണ്. അതിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും 2 ഡിഫറെൻറ്റ് കളറുകൾ, അതായത് 2 ഡിഫറെൻറ്റ് സീക്വൻഷ്യൽ കളർ സ്കെയിലുകൾ ഇങ്ങനെ ഡൈവേർജ് ചെയ്യുന്നു പോകുന്ന പോലെ ഒരു ഫീലാണ് ഈ ഒരു കളർ സ്കെയിലിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ യൂസ് കേസ് നോക്കാം, അതായത് കളർ ആസ് എ ടൂൾ ടു ഹൈലൈറ്റ്. ഒരു കളറിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനുള്ള ടൂളായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ടൈപ്പ് കളർ ഞാൻ ചൂസ് ചെയ്യും. അതായത് നമ്മുടെ വിഷ്വലൈസേഷൻ കാണുന്ന ഒരു യൂസർ അല്ലെങ്കിൽ ഒരു വ്യൂവറുടെ അറ്റൻഷൻ നമുക്ക് എന്ത് ചെയ്യാൻ, ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വാല്യൂവിനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കളർ സ്കെയിലാണ് അസെൻഡ് കളർ സ്കെയിൽ. ഈ അസെൻഡ് കളർ സ്കെയിലിന് ഒരു പ്രത്യേകതയുണ്ട്, അതായത് അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു 4 കളേഴ്സ് ഒരു ലൈറ്റ് ഷെയ്ഡുള്ള കളേഴ്സ് ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള കളേഴ്സ്, ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ ചൂസ് ചെയ്യും. അപ്പോൾ ഇത്തരം ഒരു കളർ സ്കെയിലാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന 3 ഡിഫറെൻറ്റ് അസെൻഡ് കളർ സ്കെയിൽസ് ആണ് കാണുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അസെൻഡ് സ്കെയിലാണ്. ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. അപ്പോൾ ഞാനിവിടെ ടെക്സാസും അതുപോലെ ലൂസിയാനയും ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള കളേഴ്സിൽ നിന്നും കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കളറാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ടെക്സാസും ലൂസിയാനയുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടും ഒരു അടുത്തടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ് ആണെങ്കിലും ടെക്സാസിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുതലും അതുപോലെ തന്നെ ലൂസിയാനയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കുറവാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഇവിടെ കളർ അസെൻഡ് കളർ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഡാറ്റ വിഷ്വലൈസേഷനിൽ കളർ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നമ്മൾ നോക്കി. ഏതൊക്കെ കളർ സ്കെയിലുകൾ നമുക്ക് അവൈലബിൾ ആണ്, അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് നമ്മൾ നോക്കി അല്ലേ. അപ്പോൾ ഇത്തരം ഈ ഒരു കളർ സ്കെയിലുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ വിഷ്വലൈസേഷൻസ് കുറച്ചും കൂടെ വിഷ്വലി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.